നമസ്കാരം. ഒരു പുതിയ യുഗം, നൂറ്റാണ്ടിന്റെ തുടക്കം, 1200 എന്ന വർഷാരംഭം. എല്ലാ തുടക്കങ്ങളും ദൈവികമായി തന്നെ നാം കണക്കാക്കുന്നതുമാണ്. പുതിയ ഊർജം, പോസിറ്റീവായ ഊർജം നമ്മളിൽ വന്നു ചേരുന്നു. അതിനാൽ ഓഗസ്റ്റ് 17 പുതിയ വർഷാരംഭത്തിൽ നാം അറിയുന്നതായ ചില വ്യക്തികളിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും അവർ വീട്ടിൽ കയറുന്നതും അതീവ ശുഭകരമായി ജ്യോതിഷത്തിൽ പരാമർശിച്ചിരിക്കുന്നതാകുന്നു. അതേപോലെ അവർ വീട്ടിൽ കയറിയാൽ ചില കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിൽക്കൂ. ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മാസാദ്യം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഓഗസ്റ്റ് 17 ചിങ്ങമാസം പിറക്കുന്നത്. അതിനാൽ തന്നെ ഇനിയും ദിവസങ്ങളുണ്ട്. ഇപ്പോഴേ ഈ നക്ഷത്രക്കാരോട് പറഞ്ഞു വയ്ക്കുന്നതാണ് ശുഭം. ഗൃഹനാഥൻ അഥവാ ഗൃഹനാഥയുടെ നക്ഷത്രങ്ങളിൽ നിന്നും 2, 6, 8 എന്നീ സംഖ്യകളിൽ വരുന്ന നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ശുഭകരം തന്നെയാകുന്നു. ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് കയറുമ്പോൾ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ലഭിക്കൂ. അവർ വന്ന് കയറി എന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായ ഫലം ലഭിക്കണം എന്നില്ല. 1 രൂപ അല്ലെങ്കിൽ 5 രൂപ നാണയം കൈനീട്ടമായി നിങ്ങൾ വാങ്ങുക. അവർ വീട്ടിൽ കയറിയാൽ അല്പം നേരം അവരെ വീട്ടിൽ തന്നെ നിങ്ങൾ ഇരുത്തണം. ഈ സമയം അവർക്ക് കഴിക്കാനായി ഭക്ഷണം നൽകുന്നതും കുടിക്കാനായി ജലം നൽകുന്നതും മധുരം നൽകുന്നതും ശുഭമാണ്. ഇതിലൂടെ മാത്രമാണ് പൂർണ്ണമായ ഫലം ലഭിക്കൂ എന്നതാണ് വാസ്തവം. അവർ നൽകുന്നതായ പണം അത് നിങ്ങൾ പൂജാമുറിയിൽ സമർപ്പിക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് സമർപ്പിക്കേണ്ടത്. എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഭദ്രദീപം തെളിയിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ശേഷം ഈ നാണയം സമർപ്പിച്ച് അതിനുശേഷം ആ നാണയം ശുദ്ധിയുള്ള പേഴ്സിൽ തന്നെ വയ്ക്കുക. ഈ പേഴ്സിന് കേടുപാടുകൾ സംഭവിച്ച പേഴ്സ് ആകരുത്. ഈ നാണയം ചെലവാക്കാതെ ആ വർഷം മുഴുവൻ സൂക്ഷിക്കുകയും വർഷത്തിന്റെ അവസാനം ഈ നാണയം കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലോ കഴിവതും വിഷ്ണു അവതാര ക്ഷേത്രത്തിലോ സമർപ്പിക്കുക. കഴിഞ്ഞ വർഷത്തെ നാണയം നിങ്ങളുടെ പക്കലുണ്ട് എങ്കിൽ ഈ കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യുക. കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഈ മാസം അഥവാ പുതുവർഷത്തിൽ നിങ്ങളുടെ വീടുകളിൽ കയറുവാൻ ഏറ്റവും ഉത്തമമായ നക്ഷത്രക്കാർ എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഒരു കാര്യം ഏവരും ഓർത്തിരിക്കുക. ആര് തന്നെ നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരണം എന്ന മനഃശുദ്ധിയോടെ നിങ്ങളുടെ വീടുകളിൽ കയറുകയും നിങ്ങൾക്ക് കൈനീട്ടം നൽകുകയും ആദ്യ കച്ചവടം നടത്തുകയും ചെയ്താൽ സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ നശിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരരുത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്താഗതിയോടെ ആര് തന്നെ 1-ാം തീയതി കയറിയാലും നിങ്ങൾക്ക് വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല. ആ കാര്യവും ഓർക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർ കയറുകയാണ് എങ്കിൽ വർഷം മുഴുവൻ ആരോഗ്യ വർധനവാണ് ഫലമായി വന്നു ചേരുക. കൂടാതെ എല്ലാ തരത്തിലുമുള്ള ഉയർച്ച, സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. എവിടെയും ഒന്നാമതെത്തുവാനോ അല്ലെങ്കിൽ വിജയങ്ങൾ നേടുവാനോ മുൻപത്തേക്കാൾ വ്യത്യാസം പല കാര്യങ്ങളിലും പ്രകടമാവുക തന്നെ ചെയ്യും. പ്രത്യേകമായ ഒരു പോസിറ്റീവായ ഊർജം നിങ്ങൾക്ക് വർഷം മുഴുവൻ വന്ന് ചേരും എന്നതാണ് വാസ്തവം. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ദേവിയുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ് എന്നിവർക്കും അറിയാം. എന്നാൽ ഇവർ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുകയും സന്തോഷം, സമാധാനം, ധനം, ഇഷ്ട ആഹാരം, വസ്ത്രം എന്നിവ നിങ്ങൾക്ക് നൽകുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരും. ആഭരണം പോലും നിങ്ങൾക്ക് ലഭിക്കാം എന്നതാണ് വാസ്തവം. എന്നിങ്ങനെ എന്ത് തന്നെ ആവശ്യം വന്നാലും അത് നിങ്ങൾക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ സഹായങ്ങൾ ലഭിക്കുക, പല കാര്യങ്ങളെയും ശരിയായ രീതിയിൽ പരിഹരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. കാർത്തിക നക്ഷത്രക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ 1-ാം തീയതി കയറുന്നതിലൂടെ ആ വീടുകൾക്ക് ഉയർച്ചയാണ് വന്നു ചേരുക, സമൃദ്ധി വന്നു ചേരും.
കൂടാതെ എന്ത് തന്നെയാണ് എങ്കിലും അത് ഇരട്ടിയാകുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. ധനം ഇരട്ടിയാകും, സമാധാനം, സന്തോഷം എന്നിവ ഇരട്ടിക്കുന്നതുമാണ്. വീടുകളിൽ പണം നാൾക്കുനാൾ വർദ്ധിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഭാഗ്യം വന്നു ചേരും. എന്ത് കിട്ടിയാലും അവ കുമിഞ്ഞുകൂടുവാനുള്ള സാധ്യതയാണ്. കാർത്തിക നക്ഷത്രക്കാർ ഈ വർഷം 1-ാം തീയതി കയറുന്നതിലൂടെ നിങ്ങൾക്ക് വർഷം മുഴുവൻ വന്നു ചേരുക. രോഹിണി സമ്പത്ത് വർദ്ധിക്കും. സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ധനപരമായ ഉയർച്ച വന്നു ചേരാം. തടസ്സങ്ങൾ ഇല്ലാതെയാകാം. അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സംഭവിക്കും. കർമ്മരംഗത്ത് ഉയർച്ചകൾ വന്നു ചേരാം. അതിനാൽ രോഹിണി നക്ഷത്രക്കാർ കയറുന്നതും ശുഭമാണ്. പുണർദം നക്ഷത്രക്കാരാണ് എങ്കിൽ ഉയർച്ച, ഈശ്വരാധീനം വർദ്ധിക്കും. കൂടാതെ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. വീട് മൂടി പിടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രശസ്തി, ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇത്തരത്തിൽ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക. അതിനാൽ തീർച്ചയായും ഇവർ കയറുന്നതും ശുഭമാണ്. ഐല്യം നാൾക്കുനാൾ ഉയർച്ച വന്നു ചേരും. ശത്രുദോഷം ക്രമേണ കുറയും. ബന്ധുമിത്രാദികളിൽ നിന്നും സ്നേഹം നിങ്ങൾക്ക് വർദ്ധിക്കും. ആഗ്രഹിക്കുന്നത് നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. സാമ്പത്തികപരമായ ഉയർച്ചകൾ വന്നു ചേരാം. അതിനാൽ ഇവർ കയറുന്നതും ശുഭമാകുന്നു. മകം നക്ഷത്രക്കാർ കയറുകയാണ് എങ്കിൽ കഠിന പ്രയത്നത്താൽ അർഹതപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഭൂമിയുമായി ബന്ധപ്പെട്ട് പണം കൈകളിലേക്ക് വന്നു ചേരും. സമ്പൽ സമൃദ്ധി വന്നു ചേരാം. ഭൂമി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ ഭൂമി വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. വീട് മൂടി പിടിപ്പിക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ ക്രമേണ അല്പം കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. അതിനാൽ ഇവർ കയറുന്നതും ശുഭമാകുന്നു. ഉത്തര നക്ഷത്രക്കാരാണ് കയറുന്നത് എങ്കിൽ സൗഭാഗ്യമാണ് വർദ്ധിക്കുക. സാമ്പത്തികപരമായ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിയും. ഒന്നിൽ കൂടുതൽ വഴികൾ നിങ്ങൾക്ക് തുറക്കപ്പെടുന്നതാണ്. ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തും. ബുദ്ധിശക്തി നിങ്ങൾക്ക് വർദ്ധിക്കും. വിദ്യയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെ കൊയ്യുവാൻ അഥവാ വിദ്യയിൽ ഉയർച്ച നേടുന്നതിലൂടെ തീർച്ചയായും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ശത്രുക്കളിൽ നിന്നും വിജയം, ശത്രുക്കളെ പരാജയപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. വിശാഖം നക്ഷത്രക്കാർ 1-ാം തീയതി കയറുകയാണ് എങ്കിൽ അഥവാ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ തീർച്ചയായും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. തടസ്സങ്ങൾ ഒഴിയും. സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. സന്താനങ്ങൾക്ക് സൽഗതി വന്നു ചേരും. അഥവാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനും അവരിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനും സാധ്യത വർദ്ധിക്കും. സൽസംഗമം വന്നു ചേരും. സ്നേഹിതരാലും മറ്റും വലിയ രീതിയിലുള്ള ഉയർച്ച, സഹായങ്ങൾ വന്നു ചേരും. പുതിയ കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ഭാഗ്യം വർദ്ധിക്കും. അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങളാണ് തേടിയെത്തുക. എവിടെയും ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ലഭിക്കും. സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷം വന്നു ചേരാം. തൊഴിൽപരമായ ഉയർച്ച, ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അതിനാൽ ഇവർ കയറുന്നതും ശുഭമാകുന്നു. അനിഴം ആഗ്രഹ സാഫല്യമാണ് ഫലമായി വന്നു ചേരുക. ലക്ഷ്യത്തിലേക്കെത്തും. ആഗ്രഹിച്ചതായ ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിവാഹം, ഭൂമി, വസ്തു, വാഹനം എന്നിവ വന്നു ചേരും. അതിനാൽ ശുഭമാണ് ഇവർ കയറുന്നതും. ആഹാരത്തിന് മുട്ടുണ്ടാകുന്നതല്ല. ഉയർച്ച, സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. പൂയ നക്ഷത്രക്കാർ കയറുന്നതിലൂടെ വിദ്യയിൽ ഉയർച്ച, കുടുംബത്തിൽ ഏവർക്കും നേട്ടം, ഉയർച്ച, സൗഭാഗ്യങ്ങൾ വന്നു ചേരും. സ്ത്രീകൾക്ക് മനസന്തോഷം ഇരട്ടിക്കും. സ്ത്രീകൾക്ക് ലക്ഷ്മി തുല്യരായ ഫലങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ ലക്ഷ്മി തുല്യരായി നിങ്ങൾ മാറും. മനസ്സിൽ വിചാരിക്കുന്നതായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. തിരുവോണം സമ്പൽ സമൃദ്ധിയാണ് വർദ്ധിക്കുക. ആഗ്രഹിക്കുന്നത് ഇരട്ടി മധുരമായി വന്നു ചേരും. എന്ത് ജീവിതത്തിൽ ആവശ്യമായി വന്നാലും ഉടനെ അവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് അഥവാ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ്. മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കും. സന്തോഷം ജീവിതത്തിൽ നിറയുന്നതാകുന്നു. എന്നാൽ ചില കാര്യങ്ങൾ പാടുള്ളതല്ല.
അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ പരാമർശിച്ചിരിക്കുന്നതായ നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നതും ഇവർക്ക് ആദ്യ കച്ചവടം, ഇവരിൽ നിന്നും ആദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട ധനം സ്വീകരിക്കുന്നതും ഏറ്റവും ശുഭമാണ്. ഇനി പാടില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. ആര് തന്നെ നല്ല മനസ്സോടെ കൈനീട്ടം നൽകിയാലും അത് നാം ഉയരണമെന്ന് ചിന്തിച്ചുകൊണ്ട് നൽകുന്നതായ കൈനീട്ടമാണ് എങ്കിൽ ഉത്തമമാകുന്നു. അതിൽ നിങ്ങൾ നക്ഷത്രം നോക്കണം എന്നില്ല. എന്നാൽ ദുഷ്ചിന്തകളോടെ എത്ര ശുഭകരമായ നക്ഷത്രക്കാരിൽ നിന്നുമാണ് നിങ്ങൾ കൈനീട്ടം വാങ്ങുന്നത് എങ്കിലും വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല. നിങ്ങൾക്ക് ആ കൈനീട്ടം മൂലം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. മോശം കാര്യങ്ങൾ സംഭവിക്കാം. ഈ കാര്യവും പ്രത്യേകം ഓർക്കുക. ഏവർക്കും ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു വർഷം സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.